എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം തിരക്കുകൾ കാരണം വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. നമ്മൾ 2026 ഒരു വർഷക്കാലമുള്ള പൊതുവെ എല്ലാ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറഞ്ഞു തുടങ്ങിയിരുന്നത്. കാർത്തിക നക്ഷത്രം കൊണ്ടാണ് നമ്മൾ നക്ഷത്രഫലം പറഞ്ഞു നിർത്തിയിരുന്നത്. ഇന്ന് നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ 2026 പുതുവർഷത്തിലെ ഒരു വർഷം അവരുടെ ജീവിതത്തിൽ അനുഭവയോഗ്യമാകുന്ന ശുഭ അശുഭ ഫലങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഈ പുതുവർഷത്തിൽ അവരുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അനുഷ്ഠിക്കേണ്ടത്, ഏതൊക്കെ മന്ത്രജപങ്ങൾ നടത്തണം, എന്തൊക്കെ വഴിപാടുകൾ നടത്തണം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. രോഹിണി നക്ഷത്രം ഇടവൻ രാശിയുടെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന നക്ഷത്രമാണ്. ഇവരുടെ ദശാനാഥൻ ചന്ദ്രനാണ്. ഇവരുടെ ജന്മരാശി കൂറ് എന്ന് പറയുന്നത് ഇടവക്കൂറാണ്. കണ്ടക ശനിയൊക്കെ മാറി 11ാം ഭാവത്ത് ശനി സഞ്ചരിക്കുകയും വ്യാഴം വക്രത്തിൽ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ഗോചരഫലമാണ് ഇവർക്കിപ്പോൾ. ദശാനാഥൻ ചന്ദ്രനും ശേഷം ചൊവ്വയും ശേഷം രാഹുർദശയും ശേഷം വ്യാഴദശയും ശേഷം ശനിദശയും, ഇങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിലെ ദശാഫലങ്ങൾ അനുഭവ യോഗ്യമാകുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങൾ പറഞ്ഞാൽ എല്ലാവരെയും പെട്ടെന്ന് ആകർഷിക്കുന്നതായ സൗന്ദര്യവും സ്വഭാവ രീതിയുമാണ് രോഹിണി നക്ഷത്രക്കാർക്കുള്ളത്. ആരുമായിട്ടും പെട്ടെന്ന് അടുക്കുന്നതിനും എല്ലാവരോടും മൃദുവായി സംസാരിക്കുന്നതും സംസാരത്തിലൂടെ മറ്റുള്ളവരെ വശീകരിക്കുന്നതിനൊക്കെയുള്ള പ്രത്യേകമായ കഴിവ് രോഹിണി നക്ഷത്രക്കാർക്ക് പറയാം. പൊതുവെ സൗന്ദര്യബോധം കൂടിയിട്ടുള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. സൗന്ദര്യ വർധന വസ്തുക്കളോട് പ്രിയം കൂടി നിൽക്കുക, വസ്ത്ര ആഭരണ സുഗന്ധ ദ്രവ്യങ്ങളോട് പ്രിയം കൂടി നിൽക്കുക, വാഹന ഗൃഹത്തോട് പ്രിയം കൂടി നിൽക്കുക, ആധുനികപരമായിട്ടുള്ള ജീവിത രീതിയോട് പ്രിയം കൂടി നിൽക്കുക, ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഇവരെ സംബന്ധിച്ച് വരവിനേക്കാൾ കൂടുതലായിരിക്കും ഇവരുടെ ജീവിതത്തിലെ ചെലവ് വരുന്നത്. കാര്യസാധ്യമാണ് ഇവരുടെ പ്രധാനം. അവരുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി പലപ്പോഴും സാമ്പത്തികത്തെപ്പറ്റി ഇവർ ചിന്തിക്കാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ധനം ചെലവാക്കുന്ന കാര്യത്തിലും ഇവർ ഒരു മടിയും കാണിക്കില്ല. മറ്റുള്ളവരുടെ കുറവുകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് പ്രത്യേകമായ ഒരു കഴിവാണ് രോഹിണി നക്ഷത്രക്കാർക്കുള്ളത്. അതുപോലെ എല്ലാവരുമായിട്ടും പെട്ടെന്ന് അടുക്കുമെങ്കിൽ തന്നെയും ആരോടെങ്കിലും വിദ്വേഷം തോന്നിയാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ ക്രൂരമായി പ്രവർത്തിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഇവരുടെ പ്രത്യേകതയാണ്. കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞു തീർക്കുക, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ തന്നെ സംസാരിച്ചോ പ്രവർത്തിച്ചോ ഇവർ തീർത്ത് കളയും. മനസ്സിലൊന്നും സൂക്ഷിക്കാനായിട്ടുള്ള കഴിവ് രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ കുറവായിരിക്കും. മറ്റുള്ളവരുടെ കുറവുകൾ കുറ്റങ്ങളൊക്കെ പറയുന്നതിന് ഇവർക്കൊരു പ്രത്യേക താല്പര്യവും അതിനൊരു അഭിരുചിയും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് പറയാം. ഇവരെ സംബന്ധിച്ച് ഈ 2026 പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ വിദ്യാഭ്യാസ കാലഘട്ടം പ്രധാനമായിട്ട് ഇവർക്ക് രാഹുർദശാകാലമാണ് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 14 വയസ്സിന് ശേഷം ഇവരുടെ വിദ്യാഭ്യാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയത്തിന് ശേഷം മടി, ആലസ്യത ഇവയൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരാം. ദേഷ്യങ്ങൾ കൂടുന്നതിനും ഈ ഒരു കാലത്തിന് ശേഷം രോഹിണി നക്ഷത്രക്കാരിൽ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ മടി, ആലസ്യത ഇവ വരാതിരിക്കുന്നതിനുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുക. കഴിയാവുന്നതും എല്ലാ കാര്യങ്ങളും പിന്നീടത്തേക്ക് മാറ്റിവെക്കാതിരിക്കാനും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്നുള്ള പാഠഭാഗങ്ങൾ പഠിച്ചു പോകുന്നതും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ദക്ഷിണാമൂർത്തി മന്ത്രം പുഷ്പാഞ്ജലികൾ കഴിക്കുക, ദേവീക്ഷേത്രത്തിൽ ജയദുർഗാ മന്ത്രം നടത്തുക, വിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാരാജോപാലം നടത്തുക, ഇതൊക്കെ ആ സമയത്ത് വരുന്ന ഇവരുടെ ദശാകാല ദോഷത്തിനും പരിഹാരമായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കും ഏറ്റവും ഉപകരിക്കുന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ 15 വയസ്സിന് ശേഷം രോഹിണി നക്ഷത്രക്കാർക്ക് എല്ലാവരും എല്ലാ പക്കപ്പിറന്നാൾ അനന്തനാരായണ പൂജയോ ആയില്യം നാളിൽ സർപ്പസ്ഥാനത്ത് 100 പാലും കൃത്യമായിട്ട് നടത്തേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും തൊഴിൽ മേഖല എന്ന് പറയുന്നത് വസ്ത്ര മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും IT മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനൊക്കെ യോഗം കൂടുതലായിരിക്കും.
പൊതുവെ ആരോഗ്യ മേഖലയോട് താല്പര്യം കുറഞ്ഞു നിൽക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ. എങ്കിൽ തന്നെയും ജാതകത്തിൽ രാഹു ബലവാനായിട്ട് നിൽക്കുന്നവർ വൈദ്യമേഖലയിൽ ശോഭിക്കുന്നതിനുള്ള യോഗവും പ്രത്യേകമായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് കാണാറുണ്ട്. എല്ലാ കാര്യത്തിനും തൻ്റെ ഇടം കാണിക്കുമെങ്കിലും പൊതുവെ പേടി ഇല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന ധൈര്യങ്ങളൊന്നും ആത്മബലം കുറഞ്ഞു നിൽക്കുന്നവരായിട്ടാണ് രോഹിണി നക്ഷത്രക്കാരെ കാണാറ്. പൊതുവെ തൊഴിൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ 2026 അനുകൂലമായിരിക്കും. വ്യാഴത്തിൻ്റെ 2ാം ഭാവത്തിലെ സ്ഥിതി 2026 മെയ് മാസം വരെ ഇവർക്ക് കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് തന്നെ കൊണ്ടു നടക്കും. ജൂണിന് ശേഷം പൊതുവെ ധനനഷ്ടത്തിനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ലഭിക്കേണ്ടതായ സഹായങ്ങളൊക്കെ ലഭിക്കാതിരിക്കുന്നതിനും പൊതുവെ മനോധൈര്യം കുറയുന്നതിനൊക്കെയുള്ളൊരു യോഗം 2026 ജൂൺ മാസം 1-ാം തീയതി മുതൽ ഇവർക്കുണ്ടാവും. അതിനാൽ ആ സമയത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചെയ്യാൻ വിശേഷമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ 2026 മെയ്ക്ക് ശേഷം ജൂൺ മാസത്തിന് ശേഷം പൊതുവെ അനുകൂലമല്ലാത്ത രീതിയിലേക്ക് ഇവർക്ക് അനുഭവയോഗ്യമാകും. അതുകൊണ്ട് തന്നെ 2026 ആദ്യ സമയത്ത് സാമ്പത്തിക കാര്യങ്ങൾ വളരെ അച്ചടക്കത്തോടു കൂടി കൊണ്ടുപോകുന്നത് പിന്നീട് വരുന്ന ദോഷങ്ങളിൽ നിന്ന് ഇവർക്ക് മാറ്റാവുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടങ്ങളൊക്കെ 2026 ആദ്യ സമയത്ത് ഇവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൊഴിലിന് തടസ്സമുള്ളവർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്നതിന് യോഗവും സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകുന്നതിനും ഈ പുതുവർഷത്തിൽ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യകാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായിട്ടുള്ള വ്യാധി ഇവരെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം രോഗകാര്യങ്ങളെ സമീപിക്കാനായിട്ട്. വിശേഷമായിട്ട് ഉദര സംബന്ധമായ വ്യാധികളെ അപ്പോൾ തന്നെ കൃത്യമായിട്ട് വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ശസ്ത്രക്രിയ യോഗം വരെ ഈ നക്ഷത്രക്കാർക്ക് 2026 ഉദര സംബന്ധമായി കാണിക്കുന്നതിനാൽ ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിയാവുന്നതും ഒഴിവാക്കാനായിട്ടും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനും അന്യദേശത്ത് കഴിയുന്ന ബന്ധുമിത്രാദികളുമായിട്ട് ഒരുമിച്ച് കഴിയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതിനും ഗൃഹത്തിൽ പൊതുവെ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷങ്ങളൊക്കെ സംജാതമാകുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് 2026 യോഗം പറയുന്നുണ്ട്. മാതാപിതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ രോഹിണി നക്ഷത്രക്കാർ നിമിത്തം വന്നു ചേരാം. അതുപോലെ തന്നെ പിതാക്കന്മാരുടെ ക്ലേശങ്ങളൊക്കെ മാറി പൊതുവെ ഗൃഹസ്ഥാനത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഗൃഹനിർമ്മാണത്തിനോ വീടുകൾ പുതുക്കി പണിയുന്നതിനോ വാഹനം മേടിക്കുന്നതിനൊക്കെയുള്ള യോഗം 2026 മെയ് മാസം വരെ രോഹിണി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ കഴിയാവുന്നതും പ്രയോജനപ്പെടുത്താനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികത്തിൻ്റെ അധിക ചെലവ് ഈ നക്ഷത്രക്കാരുടെ ഒരു ന്യൂനതയായതിനാൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യനിഷ്ഠത പാലിക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചിലവാക്കുന്ന കാര്യങ്ങളെ പ്രത്യേകമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതും ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാനായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് പരിശ്രമിക്കുന്നതായിരിക്കും ഇവരെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. പ്രധാനമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാവാതിരിക്കാൻ രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീ നക്ഷത്രം രോഹിണി നക്ഷത്രമായിട്ട് വരുന്നവർ പിടിവാശി കഴിയാവുന്ന ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ ദാമ്പത്തിക ജീവിതത്തിലെ ക്ലേശങ്ങളെ കുറക്കാനായിട്ട് ഉപകരിക്കുന്നതാണ്. എല്ലാ കാര്യത്തിനും തൻ്റേതായ പിടിവാശി ഈ രോഹിണി നക്ഷത്രത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് കൂടി നിൽക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടത് ഇവരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. ആയത് ദാമ്പത്തിക ജീവിതത്തിലെ ക്ലേശങ്ങളെ നീക്കിക്കൊണ്ട് സമാധാനപരമായിട്ടുള്ള ജീവിതത്തെ നയിക്കാനായിട്ട് ഇവർക്ക് ഉപകരിക്കും. എല്ലാ കാര്യങ്ങളും മുൻവിധിയോടുകൂടി സമീപിക്കാതിരിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു കാര്യങ്ങളെ മനസ്സിൽ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് ഇവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇവരുടെ ജീവിതത്തിൽ പലവിധ നാശനഷ്ടങ്ങൾക്കും കാരണമായേക്കാം. പൊതുവെ 2026 ഇവരെ സംബന്ധിച്ച് മധ്യകാലം വരെ ഗുണപരമായിരിക്കുന്നത് തന്നെയാണ്. ജീവിതത്തിൽ എല്ലാവിധ സൗഖ്യങ്ങൾ അനുഭവിക്കുന്നതിനും എല്ലാവിധ കാര്യങ്ങളെ നേടിയെടുക്കുന്നതിനൊക്കെയുള്ള യോഗം നൽകുന്നതിനാൽ തന്നെ വളരെ കാര്യപരമായിട്ട് ജീവിതത്തെ സമീപിക്കുന്നതും ജീവിതത്തെ വിജയത്തെ കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠതയോടുകൂടി കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിശേഷമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വരവ് ചിലവുകൾക്ക് കൃത്യമായിട്ട് കണക്ക് സൂക്ഷിക്കാനായിട്ടും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം.
ശേഷം പിന്നീട് ഈ ധനത്തിൻ്റെ കാര്യത്തിൽ പറ്റിയുള്ള അപവാദങ്ങളിൽ നിന്ന് ഒഴിവാകാനായിട്ട് ഇത് വളരെ ഉപകരിക്കുന്നതാണ്. ഈ 2026 രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആചരിക്കേണ്ടതായ ആചരണങ്ങൾ എന്ന് പറയുന്നത്, കഴിയാവുന്നതും എല്ലാ ആയില്യം നാളിലും സർപ്പസ്ഥാനത്ത് 100 പാലും കൃത്യമായിട്ട് നടത്തുക. സമീപത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ പക്കപ്പിറന്നാൾ തോറും പാൽപ്പായസ നിവേദ്യം നടത്തുക. വീട്ടിൽ വെച്ച് സമയം കിട്ടുന്നവർ എല്ലാ ദിവസവും രാവിലെ ഓം നമോ നാരായണായ എന്ന് പറയുന്ന അഷ്ടാക്ഷരി മന്ത്രം ദിവസം 108 പ്രാവശ്യമെങ്കിലും ജപിക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. 108 പ്രാവശ്യം ജപിക്കാൻ സാധിക്കാത്തവർ 54 അതിനും സാധിക്കാത്തവർ 28 ഉരുവെങ്കിലും പ്രത്യേകമായിട്ട് ജപിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും ഉപകരിക്കുന്നതാണ്. അതുപോലെ ഭക്തിയും ദാനധർമ്മങ്ങളും ജീവിതത്തിൽ നമ്മൾ ആചരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മുതിർന്ന ആൾക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറാതിരിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുരുക്കന്മാരുടെ പ്രീതിയൊക്കെ പെട്ടെന്ന് പിടിച്ചു പറ്റുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി. അതുകൊണ്ട് തന്നെ ഗുരുപ്രീതിയൊക്കെ ഇവരുടെ ജീവിത വിജയത്തിന് ഏറ്റവും ഉപകരിക്കുന്നതുമായിരിക്കും. 2026 രോഹിണി നക്ഷത്രക്കാർക്ക് എല്ലാവിധ ജീവിത വിജയവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.